എന്താ ചേട്ടാ? കഞ്ഞിയാണ്ടാള് കഞ്ഞി. നാളെ ലോഡ് എടുത്തില്ല വെച്ചാ പണി പാളും ഗ്രീനുവേ. ഈ തുത്തുരുത്തിൻ്റെ വിചാരിച്ചാല് ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. ചോദിച്ചാലോ? അഭയ എന്ത് രസായിട്ടാ അഭയ നീ പാടണേ. പാട്ട് പഠിച്ചെന്താ നീ? യാത്രയൊക്കെ സുഖായാ? എന്തൊരു സുഖം മുതലാളി. ഫുഡ് കൂടി ടച്ച് ചെയ്തിട്ടില്ലേ? ഫുഡ് മേടിച്ചു കൊടുത്തില്ല എൻ്റെ അഭയന് നീ? അതൊന്നും സാരില്ലടാ, ഞാനും കഴിച്ചിട്ടില്ല. നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാട്ടാ. വേണ്ട മുതലാളി, ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ കൂടെ കഴിച്ചോളാം. നാളെ ഹർത്താലൊക്കെ അല്ലേ, വണ്ടി എടുക്കണ്ടല്ലോ. എന്തുട്ടാണ് കൊച്ചു പിള്ളേരെ പോലെ വണ്ടി എടുക്കണ്ടെന്നൊക്കെ. നിങ്ങൾ വന്നേ. അഭയ, നിൻ്റെ ഈ ജോയേട്ടൻ ലൈഫിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണ്ട. നീ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ നാളെ രാവിലെ നമുക്ക് ദേവസ്ഥയിൽ പോയിട്ട് ലോഡെടുത്താലോ? ഞാനൊന്നുമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി നോക്ക്. ഹേയ്, ഞാൻ ഈ രാത്രി വേറെ ആരെ പോയി നോക്കണ്ട ഭയാ? ജോയേട്ടൻ ടെൻഷൻ അടിക്കാണ്ടിരി. കോർട്ടിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നല്ലേ. ഒരു ദിവസം വൈകിയ കോർട്ടിനെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കളയാം. 1.5 വർഷമായിട്ട് കൺവിൻസ് ചെയ്തോണ്ടിരിക്കുമല്ലേ ഗ്രീനുവേ. അഭയാ, എന്നെ ഒന്ന് രക്ഷിക്കടാ. നമുക്ക് നാളെ പോവാടാ. ഇവനൊന്ന് കൺവിൻസ് ചെയ്യിക്കേ. അഭയകുമാർ എന്നല്ലേ പേര്, പിന്നെ എന്തിനാ പേടി? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഒന്ന് രക്ഷിക്കടാ മോനെ, വേറെ ഒരു രക്ഷയില്ലാത്തോണ്ടാ. ഒന്ന് സമ്മതിക്കും മോനെ. താങ്ക്സ് മോനെ, താങ്ക്സ്. ഇവനെന്റെ കറുത്ത മുത്തണ്ട. പിണ്ടത്തിന്റെ പുറത്ത് പറ്റിയുള്ള തുണി അലക്കിട്ടേക്കണേ. അതിനകത്ത് ആളുണ്ട് കേട്ടാ. ആ നാരനേട്ടനാ. കർത്താവ്, ഈ പിണ്ടോക്കാരെ കത്തിച്ച? ഞാൻ പറഞ്ഞു നാരനേട്ടൻ, നമ്മുടെ പിണ്ടാരെ കത്തിച്ചെന്ന്. ഭയങ്കര കൊതുണ്ടാ. നിനക്ക് എന്തായാലും ഇത് ഉണക്കാളതല്ലേ, നീ കോരിക്കോ. നിങ്ങൾ എന്റെ മേത്ത തല ചേർന്ന് ഇതെന്റെ ചോറാണ്. നീ ഇപ്പൊ ഇതാ തിന്നണ ജോലിയെ. സാരമില്ല, ഡോണ്ട് മൈൻഡ്, നമുക്ക് കോരാം. നീ ആദ്യം ആ സാധനത്തിന് കോരി മാറ്റിയേ. അവളപ്പത്തിൽ ഒരു കിടക്കുക. നിനക്കൊക്കെ ഇനി വേറെ മണി അടിക്കണോ സുധാകര? ഹർത്താലൊക്കെ ഞങ്ങൾക്കൊണ്ടിട്ട മുതലാളിയെ. പിന്നെ ഈ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് വന്നല്ലേ. ഹാംഗ്രി ബേർഡ്സ്മാരെ ഒന്ന് സഹായിക്കോ? വേഗം വേണട്ടാ, കണ്ണീരിന്റെ വീക്ക്നെസ്സാ. ഒറ്റ കാരണം ഞാൻ വന്നേ. ഒന്നങ്ങോട്ട് മാറി നിന്ന് കുടിക്കോ നാരനേട്ടാ? ഹൃദയം സ്പോഞ്ച് പോലെയാണ്. ഇത് മതി നിങ്ങൾ മാറാരോഗിയാക്കാം. മാറാരോഗി ഒന്ന് മാറോ രോഗി. മുണ്ടൂരി പോണു. ആ, ഞാൻ മുണ്ടൂരിക്ക് തന്നെ പോണേ. സ്വന്തം മാടെ ഇരിക്കണ ഇരിക്കണ്. നമുക്ക് ആ പടിഞ്ഞാറക്കോട്ട് വഴി പോയല്ലോ. എന്തുടന് നീ പുഴക്കിൽ വഴി വിട്. ഏയ്, അവിടെ പാർട്ടി സ്ട്രോങ് ആണ്. രവിയേട്ടൻ തണ്ടി. ഹർത്താലായിട്ട് അമ്പലത്തിലെ സെലിബ്രേഷൻ നമ്മുടെ ലോഡ് നമ്മൾ എടുത്തോട്ടാ. മോന്തേ മാറി ഇന്നലെ ഫോൺ കട്ട് ചെയ്തവനാ. നീ ആ ഫോണും എടുക്ക്. ഒന്ന് നിർത്തിയാലും നിന്നെ ഉണക്കപ്പാട്ട്. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു തൂത്തുരു. നീ ഇനി എന്തൊട്ടിനാ പോയാ ടെൻഷൻ അടിക്കണേ? 2 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ ഫാക്ടറി എത്തിയില്ലേ? ജോയേട്ടനെ പിണ്ടം കൊണ്ടൊരു തുലാഭാരം നടന്നിട്ടുണ്ട് കേട്ടാ. നിന്നെ ഞാൻ കൊല്ലും ഗ്രീന്. ഇവിടെ എന്തുട്ടാ ജിബ്രൂട്ടാ? എന്തുട്ടാ ശബ്ദം ഒന്നും കേൾക്കണല്ലോ. പെട്ടത്തിന്റെ പണക്കാരൻ ഉറങ്ങാൻ പറ്റാനുള്ള മുതലാളി. ഒന്നും ചവിട്ടി നശിപ്പിക്കട്ടാ. എന്റെ അമ്മേ, ജോയേട്ടാ, ജോയേട്ടത്തെ പട്ടികളി അഭയ ചവിട്ടി വിട്ടോളൂ. ഞാൻ ചവിട്ടി വിടുന്നില്ല, വണ്ടി തല്ലി വിളിക്കും. ടൂൾസ് ഒക്കെ ഉണ്ടാവും മറ്റേ അന്ന് അടുക്കുന്ന പ്രധാനം പാട്ടാ. എന്നിട്ട് കാണിക്കേ, കയ്യിൽ കാലെടുക്കുക, കാലിന് കയ്യെടുക്കേ. വണ്ടി ജോയേട്ടാ. മോനാണ് എന്തൊരു പണിയാ കാണിച്ചേ? കൈ വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവിടെ നിർത്തിയല്ലടാ കുഴപ്പം. ഇപ്പൊ സേഫ് ആയില്ലേ കാര്യങ്ങളൊക്കെ? പോയി ഗേറ്റ് അടച്ചേ. എത്ര താഴെ പോയാവോ? എടാ അഭയ ഇങ്ങോട്ട് വന്നേ. താഴെ വീണ് പോയ പിണ്ടങ്ങൾ നമുക്ക് പിന്നെ പോയി എടുക്കാല്ലേ, ഈ ഹർത്താലുകാരുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട്. അത് മുതലാളി തന്നെ പോയി കോരിയാ മതി. ഇനി ഹർത്താൽ കഴിയേണ്ട വണ്ടി എടുക്കണ കേസില്ല.
അല്ലേ വീട് പണയം വെച്ചെടുത്ത വണ്ടിയാ. എനിക്ക് നിന്റെ വണ്ടി വേണ്ട പയ്യാ. നീ ഇത് എപ്പോഴും ഇങ്ങനെ പറയണ്ട. പോയ എല്ലാ സാധനങ്ങളൊക്കെ ഇറക്കിയ ആ കൊട്ടയെടുത്തരാ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും തലക്കറി അപ്പിടുക. ഒന്ന് ആഞ്ഞു പിടിക്കടാ. ഫ്രഷാണ്. വണ്ടി പൊളിക്കല്ലേ? അയ്യോ. അയ്യോ എന്റെ മൈസൂർ പൂ. അയ്യോ 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 നിന്റെ ചന്തി ഞാൻ പൊളിക്കാം.